back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു വെറൈറ്റി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പുമാവ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഉപ്പുമാവ് കഴിച്ചോളും. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ ഒരു ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. വേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പുമാവ് ഇവിടെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാനൊക്കെ മടിയുള്ളൊരു ഐറ്റമാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഉപ്പുമാവാണ്. പിന്നെ ഈ സവാള ഈ ഒരു പാകത്തിനൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടം കൂട്ടിയാണെങ്കിലും നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ കുട്ടികൾ ഇത് കഴിച്ചോളും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് വയലറ്റ് കളറിലെ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് കളർഫുൾ ആവാൻ വേണ്ടി വയലറ്റ് കളർ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇതിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. റവ ഞാൻ നേരത്തെ തന്നെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ്. അപ്പോൾ വറുത്ത റവ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ആദ്യമേ തന്നെ റവയൊന്ന് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് കുറേശ്ശെ റവ ചേർത്ത് കട്ട കെട്ടാതെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം റവ ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതൊന്ന് മൂടി വെക്കുക. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. എന്നിട്ടൊന്ന് ആവി ഒന്ന് കയറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.